മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്താണ് ഇവൻ ഇത്ര ലേറ്റ് ആവുന്നേ? നീ ഒന്ന് വിളിച്ചു നോക്കി. തന്നെ കൊറേ വിളിയായി. അതോ വരുന്നുണ്ട്. എവിടെ ആയിരുന്നു? എന്താണ് ബ്രോ ഇത്രക്ക് ലേറ്റ് ആവാൻ? എന്തോ ബ്രോ, സീനൊന്നുമില്ലല്ലോ. ഞങ്ങൾ എപ്പോ വന്നിരുന്നറിയാ? ഞാൻ ഇതിലും വലിയ പോസ്റ്റ് ഒന്നുമില്ലല്ലേ, പിന്നെന്താണ് ഇതൊക്കെ ചെറുത്. അതെ, ഞാൻ 2-3 ദിവസത്തെ ഇവിടെ കാണില്ല, ബാംഗ്ലൂരു. ശരി, അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ആരും? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കും. നിങ്ങൾ ഇനി പോയിട്ട് തിരിച്ചു വരുമോ? പിന്നെ ഞാൻ അവിടെ താമസിക്കാണ്. വരും, ഉടനെ വരും. ചെറിയ ഡീല് വേണ്ടോന്ന് വെച്ചാൽ സാധനം എടുക്ക്. സാധനം തരാടാ, പിടക്കല്ലേ. ഇത് നിങ്ങൾക്ക് കൊള്ളല്ല. അതിങ്ങ എടുക്ക്. ആരാണ്ട് ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി ആയതൊക്കെ പോരാ നമുക്ക്. എടാ താണ്ടാ, കേശു വരുന്നു. കേശു ബ്രോ എന്താണ് എവിടെ? അഞ്ചാമനോ? ഓ, ഇവിടെ ഇന്നലെ നിങ്ങൾ 5 പേരില്ലായിരുന്നാ? ഇല്ല, ഇന്നലെ നമ്മള് 4 പേരായിരുന്നു. 1 2 3 4. ഇന്നലെ ബ്രോ കട്ടായിരുന്നു. അതെ, ഇന്നലെ പാറപ്പുറത്തിരിക്കുന്ന അട്ടം വഴി തോന്നി. ഞാൻ ചെറുതായിട്ട് കട്ടായിരുന്നു. ചെറുതായിട്ടല്ലേ? അല്ല ബ്രോ, ഞാൻ വെച്ച് വരൂലായിരിക്കും കേട്ടാ. സംഭവമൊന്നുമില്ല ബ്രോ, അതെ വീട്ടിൽ നിന്ന് ചെറിയൊരു സീന്. സ്ട്രിക്റ്റ് ആണേ, പ്രഷർ. നമുക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? എന്ത് സ്ട്രിക്റ്റ് ബ്രോ? വീട്ടുകാരൊക്കെ പേടിച്ചിടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അതെ, അല്ല അങ്ങനെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല, പക്ഷെ കഴിഞ്ഞ് പറഞ്ഞു. ഞാനും അതെ, ഞാനും എന്റെ വീട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ താൻ മിണ്ടു? ഇന്നലെ എന്റെ അടുത്ത് മിണ്ടിയില്ലായിരുന്നു. ഇന്നലെ നമ്മള് കണ്ടായിരുന്നു. അത് നോക്കണ്ട, അവ ഈ ഗ്രഹത്തിലുള്ളല്ല, ഇടക്കിടക്ക് വന്നും പോയിക്കെ നിൽക്കും ഇങ്ങനെ. ഓ അങ്ങനെ. അപ്പൊ അന്യഗ്രഹത്തിൽ പോകുമ്പോ എല്ലാരും ഞാനും തിരക്കെന്ന് പറയണ. വീട്ടില് എന്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ, വീട്ടിലുള്ളവരൊക്കെ, അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഇലക്ട്രിസിറ്റിയിലിരുന്ന് തൂങ്ങുന്നു, അമ്മ ടീച്ചറായിട്ടിരുന്ന് ഇറങ്ങി. വണ്ടർഫുൾ. ബ്രോഡ് അച്ഛനും അമ്മയൊക്കെ? ഞാൻ അവരെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. അവൻ അങ്ങനെ പറയണ്ട, നല്ലത്. ശിവറോ, അപ്പൊ എങ്ങനെയാണ് പരിപാടി? എന്ത് പരിപാടി? എനിക്ക് ബാംഗ്ലൂര് പോകേണ്ട ഒരു പരിപാടി ഉണ്ട്. ബാംഗ്ലൂരോ? എന്ത്? ചെറിയൊരു ബിസിനസിന്റെ പരിപാടി. ഓ, മറ്റേ ടൈൽസിന്റെ അല്ലേ? ടൈൽസിന്റെ അല്ല, ചെറിയ വേറൊരു പരിപാടി. അതെ, പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരും. 2 ദിവസം കഴിഞ്ഞിട്ട് ശിവറോ പോകാനും വന്നില്ല. ഞാൻ അവിടെ കയറ്റി പോയി ചാടൂട്ടാ. അല്ല, പാറമടയില് നിനക്ക് ചാവണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നല്ല തോടുണ്ട്, അവിടെ പോയി ഒഴിവെങ്ങ് പോവും. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് വന്ന് പോകും. പറഞ്ഞു കൊടുക്കല്ലേ. നിങ്ങൾക്ക് സാധനം കിട്ടി ഹാപ്പി അല്ലേ? അപ്പൊ എന്താ ചെയ്യ്. അതെ ബ്രോ, ബാംഗ്ലൂർ വരുന്നുണ്ടോ? ഇല്ല ബ്രോ, ഞാൻ ഇപ്പൊ വരുന്നില്ല. ഞാൻ ചെറിയൊരു ബിസിനസിന്റെ പ്ലാൻ ആയിട്ട് പോകുന്നുണ്ട്. ബിസിനസിന്റെ? അല്ല, ബിസിനസിന്റെ കാര്യമായിട്ട് പോകണം നല്ല തന്നെ. ഈ ബിസിനസ് ടൈൽസും പരിപാടിയൊക്കെ ആയിട്ടൊക്കെയാണല്ലോ ഒക്കെ നേരത്തെ പറഞ്ഞു എന്നോട്. ടൈൽസ് അതുകൊണ്ടും വലിയ മെച്ചമൊന്നുമില്ല. പൈസ വേണമല്ലോ, ജീവിക്കാൻ പൈസ ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ബാംഗ്ലൂരൊക്കെ പോയി. അല്ല ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നു. പൈസ? ഓ, അതൊക്കെ കഷ്ടപ്പാടാണ് ബ്രോ, പറയാതിരിക്കണ തന്നെ ഭേദം. നമ്മളിനി എന്തൊരു പറയാ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് ചിലപ്പോ ഞാൻ പറഞ്ഞ ബ്രോയ്ക്കും മനസ്സിലാവൂല. ബുദ്ധിമുട്ടാണ് മൊത്തത്തില്. അതായത് ബ്രോ, സത്യം പറഞ്ഞാല് ഇപ്പം നമ്മളൊന്ന് പുറത്തു പോകണമെന്ന് വിചാരിക്കും, വീട്ടിൽ ചോദിക്കണമെന്ന് പറഞ്ഞാലും പോരാ, അടുത്തൊക്കെ ചോദിക്കണം. വന്നാ ചെറുതല്ലേ കൂടെ വന്ന, അതിന്റെ അടുത്ത് മുതല് വീട്ടിലുള്ള എല്ലായിടത്തും ചോദിക്കണം. എന്നിട്ട് അവര് സമ്മതിച്ച് അവര് 2 പേര് കൂടെ വരും. അവര് 2 പേരും ഇങ്ങനെ കൂടെ വന്നിട്ട് അവര് പിന്നെ എന്നാലേ സമ്മതിക്കുള്ളൂ. പിന്നെ ഡ്രസ്സിന്റെ കാര്യം, ഡ്രസ് ഇത് മൊത്തം വീട്ടുകാര് മേടിച്ചോണ്ടോ തരം ഇട്ടോണം, വേണ്ടാന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലെ കണ്ടാണ് നമ്മള്. ബ്രോയ്ക്ക് മനസ്സിലായി എന്റെ സങ്കടം.
അതുകൊണ്ടാണ് വിളിച്ച ബാംഗ്ലൂർ ഇപ്പം വരുന്നില്ല. അല്ലേ ബ്രോ, എനിക്കിപ്പോ അങ്ങനെ ടക്കനെ വരാൻ പറ്റത്തില്ല, വീട്ടുകാരൊക്കെ പ്രശ്നമാക്കും. ഞാനൊന്ന് ഇവരുടെ അടുത്തൊന്ന് സ്കൂട്ടായിട്ടെ നൈസിൽ നോക്കാം. കേശു ബ്രോ, ശരിക്കും പറഞ്ഞ ബ്രോയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു. ഈ ഡ്രസ്സിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു നാണക്കേട് കൊണ്ടിട്ട്. അത്രയ്ക്കുണ്ട്. അല്ല എങ്ങനെ പറ്റുന്നു ഇങ്ങനെ പിടിച്ചിരിക്കാൻ? ഒന്നും പറയണ്ട ബ്രോ, മനക്കരത്തെന്ന് പറഞ്ഞ സാധനം എപ്പോഴേ കൈവിട്ട് പോയി. അല്ല ബ്രോയ്ക്ക് ഇപ്പൊ പൈസ ഒന്നും കയ്യിലില്ലല്ലോ. ഇല്ല, ഞാൻ ഇടയ്ക്ക് കോയമ്പത്തൂരൊക്കെ പോകും. എന്തിന്? അത് ചെറിയ ബിസിനസ്സിന് പോയോ. അങ്ങോട്ട് പോകുമ്പോ കുറച്ച് സാധനം കാണും, ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് സാധനം കാണും. വരുമ്പോഴത്തേക്ക് 19,000 കയ്യിരിക്കും. ബ്രോ വന്നാ നമുക്ക് പിന്നെ ലാഭമില്ലേ കച്ചവടം? ലാഭം ഒന്നുമില്ല. ഇല്ല ബ്രോ, ഞാൻ ഇപ്പൊ വരുന്നില്ല. ഞാൻ വരാം, ഞാൻ ഒരു ദിവസം ഞാൻ വരും. വീട്ടിൽ വല്ല റേഷൻ കടയിൽ പോണെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയാ മതി. ഞാൻ ഇപ്പൊ റേഷൻ കടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാരുടെ അടുത്ത്. എത്ര നാളായി? 4 വർഷമായി. 4 വർഷം റേഷൻ കടയിൽ പോണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ? പിന്നെ അതൊക്കെ ഒരു കുറവല്ലേ? അല്ല കുഴപ്പമില്ല, ഞാൻ ഇറങ്ങുമ്പോ എനിക്ക് 4 വർഷമായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വല്ല ഷോപ്പിംഗ് മാളിലും പോണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. അതാകുമ്പോ കുറച്ച് കുറവാ ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെന്നാ മതി. ശരി ബ്രോ, എന്നാ ഞാനെന്നാ വീട്ടിലോട്ട് പോയിട്ട് കേട്ടാ. സാധനം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. ഭയങ്കര ടെൻഷൻ. എന്താണെന്ന് അറിഞ്ഞു. എന്താ പറഞ്ഞ? ടെൻഷൻ ഉണ്ടോ? ഒരുപാട് ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ടെൻഷൻ ഉണ്ട്. ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കും. വീട്ടിൽ ചെന്ന് കുറേശ്ശെ ടെൻഷൻ വരും കേട്ടോ. കളയല്ലേ, ഇത് നമ്മളെ ബന്ധത്തിന്റെ തുടക്കമാണ്. സ്നേഹബന്ധത്തിന്റെ കൈവിറയിലൊക്കെ ഇതോടെ തീരും. കൈവിറ മെഡിസിനാണിത്. പിടിച്ചോ പിടിച്ചോ. കുറച്ചായിട്ടാ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാടൊന്നും ഏത് സ്നേഹബന്ധമല്ലേ ബ്രോ എല്ലാം വലുത്. കൊണ്ടുപോയി ആഘോഷിക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. യൂസ് ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെന്റെ കട ഹൈടെക്. ഓക്കെ, അപ്പൊ ഞാൻ ചെല്ലട്ടെ, മറക്കണ്ട. അത് അടിക്കുമ്പോ എന്നെ ഓർമ്മിക്കും, ഉറപ്പാ. അവന് ഓടുന്നടാ. എടാ സന്തോഷം കൊണ്ടായിരിക്കൂടാ സാധനം കിട്ടിയെന്റെ. നീ എന്തിവിടെ ഇരിക്കണ? നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? ഇത് എന്റെ വീട് തന്നെയല്ലേ, പിന്നെ ഞാൻ വേറെ എവിടെ ഇരിക്കണം? ഇല്ല, ഞാൻ ഉദ്ദേശിച്ച നീ ഈ റൂമിൽ ഇരിക്കുവായിരുന്നു. എന്താണ് വെപ്രാളം? നീ എന്താ വെപ്രാളം? വെപ്രാളൊന്നുമില്ല. അവന്മാരായിട്ട് പിന്നെ സംസാരം വല്ലതും ഉണ്ടായോ? ശിവ, അമ്മാരെ നമ്മള് വിചാരിച്ചോലല്ല കേട്ടാ, അതൊക്കെ മേലെയാണ്. നന്നായിട്ട് നിന്ന് പരുങ്ങുന്നുണ്ട്. കാര്യം പറ, എന്താണ് കാര്യം പറ? എന്താണ് നല്ലതായിട്ട് നിന്ന് പരുങ്ങുന്നുണ്ട്? എന്താടാ? ഞാൻ ഇപ്പൊ പോയേ അമ്മമാരോട്ട് ഇങ്ങനെ സംസാരിച്ചായിരുന്നേ. എന്നിട്ട് അല്ല, സംസാരിച്ചപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ശിവു നമ്മൾ വിചാരിക്കും പോലല്ല. പിന്നെ അങ്ങേർക്ക് ചെയ്വോത്രി ഡ്രഗ്സിന്റെ ഡീലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. എന്ത്? അങ്ങേർക്ക് ഡ്രഗ്സിന്റെ ഡീലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അമ്മേ നോക്കൂ, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാവും. ആന്തേച്ചി മിണ്ടാണ്ടിരി കൊച്ച. ആ ശിവുവിനെ ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ കണക്ഷൻ ഉണ്ട്. എടാ, ഈ ചെറുക്കൻ ഡീലറാണോ? മെയിൻ ഡീലറാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അത്യാവശ്യം ഈ സാധനത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ സംശയിച്ചത് വെറുതെ ആയില്ല. ഇത് ചേച്ചി എങ്ങനെ അറിയാം? വല്ലപ്പോഴും പത്രവും ന്യൂസൊക്കെ ഒന്ന് നോക്കണം, അപ്പൊ അറിയാം. ശിവ, ചെന്നൈയില് ഒറ്റയ്ക്ക് ഹോസ്റ്റലില്
തന്നെടേ ഞാൻ അവളെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. ഒറ്റ ചവിട്ടോട്ടി ഞാൻ പാറയുടെ അത്ത് പോയി കിടക്കും. വെറുതെ എന്നെ കൂടെ ചെയ്യിപ്പിക്കരുത് നീ. സോറി ഞാൻ പെട്ടെന്ന് അത് വിട് ചേച്ചി. എന്നെ ബാംഗ്ലൂരോട്ട് വിളിച്ച്. എന്തിനാണെങ്കിലും നീ ഒരിടത്തോട്ടും പോകത്തില്ല. ഇന്ന് അവനെ കവലയെ വെച്ച് കണ്ടാ പോലും മൈൻഡ് ചെയ്ത് കേട്ടോ. എടാ ചെറുക്കന്റെ കൂടെ ഇരിക്കുന്നത് തന്നെ ഡേഞ്ചർ ആണ് ചേച്ചി. അവൻ ഇങ്ങനെ ആൾക്കാരിരിക്കുന്ന സ്ഥലത്തൊന്നും അവൻ പ്രത്യക്ഷപ്പെടൂല. ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഈ സാധനം കൊടുക്കാൻ പറ്റും. നീ പോയേ മക്കള് റൂം പോയിടാ. ചേട്ടൻ വിളിക്കാം, അപ്പൊ വന്നാ മതിയേ. ആ അവിടെ നിന്ന് തലയിട്ട് നോക്കല്ലേ. ഈ അളിയന്റെ ഡീൽ എങ്ങനെയാണെന്ന് അറിയൂ. ആദ്യം നൈസില് പിള്ളേരെ ഇങ്ങ് സൈഡിലാക്കും. എന്നിട്ട് ഓരോന്ന് വിഷമം പറഞ്ഞ് സാധനം കൊടുക്കും ഫ്രീ ആയിട്ട്. ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വിസിറ്റിംഗ് കാർഡും കൈ കൊടുക്കും. എന്നിട്ട് ഓരോ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ വിളിച്ചാൽ മതി, പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വിടും. കയ്യിലായി കഴിഞ്ഞതിന് ശേഷം ഇട്ട് ഇങ്ങനെ അമ്മാനോടും. അഡിക്റ്റ് ആയി കഴിഞ്ഞാ പിന്നെ തീർന്നു. ദുഷ്ടന്മാര്. ഇതേപോലെ എത്ര പിള്ളേർക്ക് അയാൾ കൊടുത്തു കാണും ഓരോ സാധനങ്ങള്. ഉറപ്പല്ലേ അവ ഉപയോഗിക്കില്ലെന്നാണ് പറയണേ. എനിക്ക് തോന്നണില്ല. ആഹാ കൊള്ളാല. ബാക്കിയുള്ളവന്മാരുടെ ജീവിതം കൊണ്ട് തൊലച്ചിട്ട് അവരുന്ന് സൂഹിക്കുന്നു. അവനത് എന്തിനാണ് ചെയ്യണത്? പൈസ. എടി ഇത് ഭയങ്കര ബിസിനസ്. 50,000 രൂപയൊക്കെയാണ് ജസ്റ്റ് കോയമ്പത്തൂർ പോയിട്ട് വരുമ്പോ കിട്ടണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. അവൻ എനിക്കൊരു സാധനം തന്നു. എന്താ? എന്റെ ദൈവമേ, കേശു നീ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൈ നിക്കണ കളിയല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ വിചാരിച്ച നടക്കുമെന്ന്. നീ എന്തിനാണ് വാങ്ങാൻ പോയത്? വാങ്ങാതെ വേറെ വഴിയില്ല, എടുത്ത് കൈ വെച്ചെന്ന്. എന്റെ ദൈവമേ, ഈ ചെറുക്കനെ കൊണ്ട് അവൻ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കില് വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് കണക്ഷൻസ് ഉണ്ടാവൂടാ. ഞാൻ ഇതിപ്പം ചെന്നമ്മമാരുടെ കയറി കൊടുത്ത് ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ധൈര്യമൊന്നും ഇല്ല ചേച്ചി. ഞാൻ എന്തായാലും ആലോചിക്കും. ശിവ ബ്രോ എന്താണ്? എവിടാ? ബാംഗ്ലൂര് പോയാ? അയ്യോ പോയില്ലേ? ഓ ഇന്ന് വൈകിട്ട് പോവോ? ആഹാ. ബ്രോ എന്താണെന്ന് പരിപാടി? ഇറങ്ങില്ലേ? ഞാനൊരു കാര്യം ചെയ്യും, ചുമ്മാ നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഇറങ്ങ്. അല്ല ബ്രോയ്ക്ക് അറിയാലോ നമ്മൾ ഈ എന്താ പറയണേ, ബ്രോ ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന് എല്ലാവരും ആയിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ടക്കനെ നിങ്ങളുടെ പേരും പറഞ്ഞ് അങ്ങനെ ഇറങ്ങാമല്ലോ. എങ്ങനെ? അങ്ങനെ തന്നെ, അതാണ് ശുഭ്രോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടക്കനെ പിടിക്കും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ശരി ബ്രോ. ശരി. ഓക്കെ നമ്മുടെ പിള്ളേരെ വിളിച്ചോണം കേട്ടോ. എല്ലാരും വേണം. അപ്പം ബ്രോ ഇങ്ങോട്ട് വാ, നമുക്ക് പൊളിക്കാം. ശരി. സാമ്പാർ ഊത്തവാ? കുറച്ച് മതി, ചാറ് മാത്രം മതി. ലച്ചേച്ചി നമ്മുടെ ശിവറോക്സും പിള്ളേരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടാ? എന്തിന്? നമ്മളെ കേട്ട് പരിചയപ്പെടാ. கேசு நீ அவங்களுமா ஃப்ரெண்ட் ஆயிட்டியா? வேண்டாம் கேசு, உன்னோட உள்ளுக்குள்ள நன்மை இருக்கும், ஆனா அவங்களுக்குள்ள திண்மை தான் இருக்கு. இந்த திண்மை எல்லாரையும் அட்ராக்ட் பண்ணிடும். வேண்டாம் கேசு. அம்மா நான் சொன்னது சரிதானே? എന്തരേ കനകാണ്ടി നന്മ തിന്മ അമർത്തിത്ര കഥ ഇത്. കനകം പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരാളാണെങ്കിൽ നിനക്ക് നേർവഴിക്ക് കൊണ്ടുവരാം. ഇത് ഒരുപാട് പേരുണ്ടടാ. അതാണ് അമ്മൂമ്മ പ്രശ്നം. അമ്മൂമ്മ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് പ്രശ്നം. വേറെ രീതി ചിന്തിച്ചു നോക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഇത്രയും പിള്ളേരുണ്ട്, അതിനകത്തുനിന്ന് ഒരാളെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ അതന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണ് ആ പിള്ളേരുടെ സ്ഥാനത്തെങ്കിലോ
എന്നെ ഇതേപോലെ രക്ഷപ്പെടുത്താൻ വരുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെ തടയൂ? അങ്ങനെ തടഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ചേച്ചി സിമ്പിള് കേസ് ഇതൊക്കെ. ഇതേ വലിയ ജോലിക്കായിട്ട് നമ്മൾ കണ്ടേക്കണ്. പിന്നാണ് ഈ ചെറിയ മന്ദമാരുതൻ. അവര് എന്നെ പോലെയൊക്കെ തന്നെ. പക്ഷെ എങ്ങനെ ഇതിനകത്ത് പെട്ടുപോയി. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. പക്ഷെ ചെയ്യുമ്പോ അത് നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. കേശു, നീ അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ച് സൽക്കരിക്കാൻ പോവാന്നോ? സൽക്കരിക്കാൻ എന്തൊരു സൽക്കാരമൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അവര് വരുമ്പോ കനാൻറ്റി അവരുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടല്ലോ, അതങ്ങ് കൊടുക്കണം. അവര് കുടിക്കും. പിന്നെ ലച്ചേച്ചി അവരെ ഒന്ന് കണ്ടിരിക്കണം നല്ലതാണ്. ലച്ചേച്ചി നല്ല, നമ്മളെല്ലാരും അവരെ ഒന്ന് കണ്ടിരിക്കണം എപ്പോഴും നല്ലതാണ്. ശിവയുടെ എവിടെ പോയി? അത് ശിവയും പാറും കൂടെ കടവരെ പോയത്. എപ്പോ പോയ? കുറച്ചേരായി പോയിട്ട്. എന്തിനു പോയ? അത് എനിക്കെങ്ങനെ അറിയാ? എന്താ എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണോന്ന് അറിഞ്ഞൂടെ? എന്തിനു പോയെന്ന് എനിക്ക് അറിയില്ല. എടാ കടയിൽ പോയെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ എന്തിനാ പോയെന്ന് അവർക്കല്ലേ അറിയോളൂ. ഇല്ലാത്ത കഷ്ടമാണല്ലേ ഇത്. ചില സമയം ഒരു ആവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല ഇവിടെ ഒന്നും. ആ ഹലോ ശിവ, എവിടെ പോയി കിടക്കണേ? വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം നോക്കുമ്പോ കാണണ്ടേ? കടയില്ല ആണാ? ആര് പാറുണ്ടോ കൂടെ? ഒരു കാര്യം ചെയ്യ്, 2 പാക്കറ്റ് മിക്സർ മുട്ടാൻ മേടിച്ചോണ്ട് വരണം കേട്ടോ. അതില്ല, നീ വീട്ടിലോട്ട് കയറണ്ട, അതും മേടിച്ചോണ്ട് വന്നാ മതി. ശരി, പെട്ടെന്നാണ്. നീ ഇത് പറയാനാണോ അവള് വിളിച്ചേ? ഇത് പറയാൻ വിളിച്ചൂടെ? ഞാൻ വിചാരിച്ചു ഷിബു സംഘം വരുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവള് വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഓടി വരൂല്ലേ? പിന്നെ മുറ്റം മുട്ടാ ചാച്ചു പോയി മേടിച്ചോണ്ട് വരൂ. ഇവൻ ബുദ്ധിയുള്ളവനാണോ അതോ കിഴങ്ങനാണോ? ഹായ് മോളു. ഹായ്. ഹായ്. കേശേട്ടാ, കേശേട്ടാ, കേശേട്ടാ. ഇങ്ങോട്ട് വന്നേ. ബ്രോ. വരണം വാ. വാന്ന് മടിച്ചിരിക്കണെന്തില്ല, നമ്മുടെ വീടല്ലേ? എങ്ങനുണ്ട് നമ്മുടെ വീട്? വീട് അടിപൊളി. അവര് വന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാരും ഇവിടെ തന്നെയാ താമസം? അല്ലല്ല, പലരും പല രീതിയിലാ. പഠിക്കാനും പിന്നെ ജോലിക്കായിട്ടൊക്കെ വന്നിരിക്കുന്നതാ. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലേ? ഇത്രയും പേര് പോരെ? അല്ല, ഏജ് ഹോൾഡർ ആയിട്ടുള്ള മുതിർന്ന ആൾക്കാരൊന്നും ഇല്ലേ? ഉണ്ടല്ലോ, വിളിക്കാം. അമ്മമ്മ കനകാന്റി, കേശുവിന്റെ ഫ്രണ്ട്സ് ഒന്നുണ്ട്. നിങ്ങക്ക് കുടിക്കാൻ വെള്ളമായിട്ട് വരുന്നുണ്ട്. പിന്നെ സൂപ്പർ സാധനമാ, ഇവിടുത്തെ സ്പെഷ്യൽ ഫസ്റ്റ് ക്ലാസ് ആണ്. കുടിച്ചു കഴിഞ്ഞാൽ എരിഞ്ഞിറങ്ങും. കൊണ്ട് മോര് എടുത്തുക്കോங்க, എടുത്തുക്കോங்க, എടുത്തുക്കോங்க. நல்ல மோரு தான். വേണ്ടാന്ന്. இஞ்சி எல்லாம் போட்டிருக்கு. വേണ്ടാന്നല്ലേ പറഞ്ഞേ? അയ്യോ കനകാന്റി, അത് ചിലപ്പം പുള്ളി മോര് കുടിക്കില്ലായിരിക്കും. പിന്നെ എന്തിനാ മോര് നിർബന്ധിക്കണ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായി വന്നത്. டேய், இந்த வெயிலுக்கு மோரு ரொம்ப நல்லது தானே? പുള്ളിക്ക് മോര് ரொம்ப നല്ലതല്ല. അല്ല, അവൻ പാലും വെള്ളമൊന്നും കുടിക്കൂല, അതാണ്. ஓ அதுவா? அப்படின்னா டீ எடுக்கட்டா? കനകാന്റി, പുള്ളിക്കാരൻ പച്ചവെള്ളം പോലും കുടിക്കില്ല. പ്രശ്നം കഴിഞ്ഞില്ലേ? മോര് ഞാൻ കുടിച്ചോളാം. പ്രശ്നം കഴിഞ്ഞില്ലേ? അമ്മൂമ്മ, ഇതാണ് നമ്മുടെ ഷിബു റോക്സ്. പിന്നെ നമ്മുടെ പിള്ളേര്. കേശുമോൻ എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അതെ അതെ, പരിചയപ്പെട്ടിട്ട് 2 ദിവസം ആയുള്ളെങ്കിലും ദിവസവും 4 നേരം മരുന്ന് കഴിക്കുന്ന പോലെ നിങ്ങളെ പറ്റി പറയാറുണ്ട്. പ്രത്യേകിച്ച് ഷിബു റോക്സിനെ പറ്റി അടയ്ക്കാറേ ഇല്ല. நீங்க எல்லாம் மத்தியானம் சாப்பிட்டு தானே போவீங்க? അല്ല, നമ്മളാരും മദ്യം കുടിക്കാറില്ല. അതില്ല, ഉച്ച സാപ്പാട് സാപ്പിട്ടിട്ട്. പിന്നെ ഉച്ചക്കല്ല, രാത്രിയും കഴിച്ചിട്ടേ അവര് പോവുള്ളൂ. ഒന്ന് പോയാൻ്റെ അവിടുന്ന്. ഈ ഇരിക്കുന്ന പുള്ളി ഉണ്ടല്ലോ ശിവറോക്സ്, എന്താ പണയുള്ള ആളാന്നറിയോ? അല്ലേ? ബാംഗ്ലൂര്. ബ്രോ, ഇന്ന് വൈകിട്ട് തന്നെ ബാംഗ്ലൂരു. ഇന്ന് ബാംഗ്ലൂരാണെങ്കിൽ നാളെ കോയമ്പത്തൂര്. അല്ലേ? എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാനും പോവും കേട്ടോ അടുത്ത തവണ. ആയിക്കോട്ടെ. ഇവരെന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ?
അതവര് ഇൻട്രോവേർട്ടാ. അയ്യോ അതെന്താ അസുഖ? അതെന്താ അസുഖ? അല്ല അത് അസുഖമല്ല, അവര് പുതിയ ആൾക്കാരുടെ അങ്ങനെ സംസാരിക്കല്ല, അവർക്ക് വേണ്ടി ഞാനാ സംസാരിക്കാം. ബ്രോ നമുക്ക് തിരിക്കാം. ഓ തെറിയാം ബ്രോ. അതെന്താ മോന് വീട് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. മോന്റെ വീട് ഇഷ്ടമല്ലേ മോന്? അതും ഇഷ്ടമല്ല. അത് ചിലരെങ്ങനെയാണ് അമ്മൂമ്മ, ഈ വീട്ടിൽ എങ്ങനെ അടച്ചൊതുങ്ങിയിരിക്കണം അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം അല്ലേ? ഫ്രീഡം അല്ലേ? എന്നാലേ ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അല്ല കയ്യില് മോരിരിക്കല്ലേ? മോര് കുടിച്ച് പോയതിന് ഡെയിലിയാണ്, അപ്പൊ കുറച്ച് വെള്ളം കുടിക്കാലോ, കുഴപ്പമില്ലല്ലോ അല്ലേ? വെള്ളം കുടിച്ചിട്ടില്ല, വെള്ളം ശരി പോരാവേ. ഷിബു ബ്രോ, ബ്രോ വാഴക്കാലയിൽ ഒറ്റയ്ക്കാണോ താമസം? അല്ല ഫ്രണ്ട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ കസിൻസും വന്നു പോവും. അത് നല്ലതാ. അതെ. പിന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. ഉറപ്പായിട്ട് വരും. സ്വന്തം വീട് പോലെ കണ്ടുവരണേ. വരാം. നിങ്ങൾ ടർഫിലൊന്നും കളിക്കാൻ പോവാറില്ലേ? അല്ല ആർക്കും സ്പോർട്സിൽ അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഓ അപ്പൊ പിന്നെ ആർട്സിലായിരിക്കും അല്ലേ ഇൻട്രസ്റ്റ്? ചിന്തിക്കേണ്ട കാര്യങ്ങളാ. വേണ്ട കുഴപ്പമില്ല. എന്താ ഷിബുറോക്സ് ഏട്ടാ ഇടക്കിടക്ക് നോക്കുന്നേ? അല്ല എന്നെ നോക്കുന്നേ? അല്ല വെള്ളം കുടിക്കാൻ പോയ ആള് ഇതുവരെട്ട് വന്നില്ലല്ലോ നോക്കിയതാ. അത് ഈ എരിവ് കാരണേ ദാഹിച്ചിട്ട് കൊറേ വെള്ളം കുടിക്കുമായിരിക്കും. ഓ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാ തന്നെ ആയിരിക്കും. വരും വരും വരും. എന്താ എനിക്കേ എമർജൻസി ആയിട്ട് ഒരു കോൾ ഉണ്ടായിരുന്നു, ഞാൻ അതൊന്നും വിളിച്ചിട്ട് ഇപ്പൊ വരാം. കേട്ടാ ഇപ്പൊ വരാം. വരണേ. ഓ വരാം വരാം വരാം. ഇപ്പൊ വരാം. കോളൊന്ന് വിളിച്ചു കേട്ടാ. ചാവി ചാവി പണി പണി ശിവു കിട്ടോടാ. ബ്രോ എന്താ ഇവിടെ? ഷിബു ബ്രോ എവിടെ പോണ്? ഞാൻ വെയില് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ ബ്രോ. ആണോ? എന്നാ ഷിബു ബ്രോ ഇനി വെയില് കൊള്ളണ്ട, അകത്തോട്ടിരിക്ക. പണിയാണല്ലേ. മോൻ മരത്തിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. എന്തോ? മോൻ മരത്തിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണുമെന്ന്. മരത്തിൽ കാണുമ്പോ മാനത്ത് കാണും. മാനത്ത് കണ്ടാ എനിക്കെന്താ? എന്നാ ഞാൻ തോറ്റില്ല. അവരകത്ത് മോര് കുടിച്ചോണ്ടിരിക്കും. മോര് കുടിക്കും സാറേ. സാറേ നമ്മള് മോര് കൊടുത്തായിരുന്നു, അകത്തുണ്ട്. വിളിക്കാൻ പറ്റേ? ഓടുക സാറേ, ഓടുക സാറേ. ഈ ഏരിയയിലോട്ട് മാറ്റി. അല്ല സാറേ സാറേ ഇവരൊക്കെ പാവം പിടിച്ചവരാണ്. എവനാണ് എല്ലാത്തിനും കാരണം. സാറേ ഞാൻ നിരപരാധിയാണ്. ഓ മനസ്സിലായി. നീ ഇവന് കൊടുത്ത സാധനം ഇവന് ഞങ്ങളെ ഏൽപ്പിച്ചു. ബ്രോയ്ക്കല്ലേ തന്നത്, എന്തിനാ ഇവർക്ക് കൊടുത്തത്? ഇവനെ പല കേസിലും ഞാൻ പിടിച്ചിട്ടുള്ളതാണ്. കഞ്ചാവ്, കള്ള്, MDMA. സാർ കള്ളം പറയല്ല, ഞാൻ കള്ള് കച്ചവടം ചെയ്യാറില്ല. തിരുത്തു കളഞ്ഞ് മിണ്ടിപ്പോരുത്. ഇവനെ അറിയപ്പെടുന്ന തന്നെ കെമിക്കൽ ഷിബൂന്ന, അതാ ഇവന്റെ ഇരട്ടപ്പേര്.
അപ്പൊ ഷിബു റോക്സ്, അത് ഞാൻ ഇട്ട പേര്. അപ്പൊ കെമിക്കലി, അത് ഇവരിട്ട പേര്. ഇവരൊക്കെ പെട്ടുതാണ് സാറേ ഇവന്റെ വലയില്. സാറേ, ഈ കൊച്ചുങ്ങളെ അവരുടെ വീട്ടുകാരെ അറിയിപ്പിച്ചിട്ട് അവരെ ഏൽപ്പിക്ക്. വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോകും, കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം അമ്മേ. എന്തായാലും നിങ്ങൾ കാണിച്ച ധൈര്യം അത് മാതൃകയാണ്. ഇതിപ്പോ ഞങ്ങളുടെ മാത്രം ജോലിയല്ല, സമൂഹത്തിന്റെ ആകെ കടമയാണ്. കാരണം അത്രത്തോളം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരി ഉപയോഗം. എന്തായാലും പോലീസുകാർ ഈ ലഹരിക്കെതിരെ ചെയ്യുന്ന അശ്രാന്ത പരിശ്രമം ഉണ്ടല്ലോ, അത് അപ്രീഷിയേറ്റബിൾ ആണ് സാറേ. ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ മോളെ. എല്ലാത്തിനും പോക്കി ജീപ്പി കയറ്റേ, എന്നിട്ട് എല്ലാത്തിനും വീട്ടിൽ വിളിച്ച് വിവരം പറയണം. വീട്ടിലേക്കൊന്നും വിളിച്ചു പറയല്ലേ സാറേ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും കേശു, താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. താങ്ക്സ് സാർ. ബ്രദർ, നന്ദിയുണ്ട്. നല്ലൊരു മനുഷ്യനായിട്ട് വീണ്ടും കാണും. ഓക്കെ, സാറിന്റെ എവിടേക്ക് നമുക്ക് പോവാം. അങ്ങോട്ട് നടക്കണം, അങ്ങോട്ട്. അങ്ങനെ ഷിബു റോക്സ് ഒട്ടുകൊള്ളേ. பாவம் பசங்க ஒண்ணுமே சாப்பிடாம போனாங்க. എന്നാ പിന്നെ കുറച്ച് പൊതിച്ചോറായിട്ടേ ജയിലിലേക്ക് ചെല്ലാണ്ടി പറഞ്ഞാ മതി. കെമിക്കൽ ഷിബുവിന്റെ ചേച്ചിയാണ് കെമിക്കൽ കനകം. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.